ഉയിർപ്പുകാലം മൂന്നാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 18 വരെയും 22 മുതൽ 30 വരെയുമുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശു നല്ലിടയൻ. ദൈവമാണ് യഥാർത്ഥ ഇടയൻ. യേശു ഏറ്റവും നല്ല മാതൃകയും. കർത്താവിനു പകരം മറ്റു ദേവന്മാരെ തേടി പോവുകയും ആടുകളെ ചിതറിക്കുകയും ചെയ്ത അവിശ്വസ്തരെ ദൈവം ചിതറിച്ച് വിപ്രവാസത്തിന് വിട്ടുകൊടുത്തു. യാഹ്വേ തന്നെ ഇടയദൗത്യം ഏറ്റെടുക്കുകയും ആടുകളെ ഒരുമിച്ച് കൂട്ടുകയും ഒരൊറ്റ ആട്ടിൻപറ്റമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. യേശുവിൻ്റെ വരവിന് ശേഷം ഒരുമിച്ച് ചേർക്കപ്പെട്ട പുതിയ ഇസ്രായേൽ ജനം അവനിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. എല്ലാവരെയും സമവീക്ഷണത്തോടെ കാണുന്ന ഒരാട്ടിൻപറ്റവും ഒരിടയനുമെന്നത് മിശിഹായുടെ സാർവത്രിക രക്ഷാകര ദൗത്യത്തിൻ്റെ സൂചനയാണ്. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് അവൻ ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടിയത്. യേശുവിൻ്റെ മരണം വീണ്ടും എടുക്കപ്പെടാനുള്ളതും ഉത്ഥാനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതുമാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നിത്യജീവൻ പിതാവ് യേശുവിലൂടെ നൽകുന്ന ദാനമാണ്. അവൻ ചെയ്യുന്ന പ്രവൃത്തികളും അവൻ്റെ പ്രബോധനവും പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ്. കാരണം പിതാവും യേശുവും